സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും കഞ്ചാവ് എത്തിച്ച ആളെ കണ്ടെത്താനാണ് എക്സൈസിന്റെ അടുത്ത നീക്കം. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം ഈ സംവിധായകരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഫ്ളാറ്റ് ഉടമയായ ഛായാഗ്രാഹകൻ സമീർ താഹിറിനെയും ചോദ്യം ചെയ്യും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സിനിമയുമായി ഈ ലഹരി ശൃംഖലയ്ക്കുള്ള ബന്ധത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം ചെയ്യൽ ആലപ്പുഴയിൽ നടത്തുമ്പോഴാണ് അവിടെ നിന്ന് കിട്ടിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കൊച്ചിയിലെ പരിശോധന എന്നൊക്കെ അറിയുന്നത്. അവിടെ കൊച്ചിയിൽ ഇന്നലെ ഈ 2 പ്രമുഖ സംവിധായകരെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതിന് പിന്നാലെ എന്തൊക്കെയാണ് എക്സൈസിന്റെ നീക്കങ്ങൾ? ശ്രീജ, ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസ് എന്ന് പ്രധാനമായും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവർക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ ഈ തെളിവുകൾ അടക്കം കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കുകയും ഇതിന്റെ റിപ്പോർട്ട് കോടതിക്ക് നൽകേണ്ടതുണ്ട്. വിശദമായ രീതിയിലുള്ള റിപ്പോർട്ട് കോടതിക്ക് നൽകേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നീക്കങ്ങളാണ് കോടതിയിൽ ഇന്ന് നടക്കുക. കോടതിയിൽ ഇത് റിപ്പോർട്ട് സമർപ്പിക്കും. ഒപ്പം തന്നെയും ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇനി ചോദ്യം ചെയ്യേണ്ടവരുടെ കാര്യങ്ങൾ, ഒപ്പം തന്നെ ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുത്ത കൊച്ചി സ്വദേശി, ഇയാൾ സ്ഥിരം ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഡീലറാണ് എന്നാണ് പോലീസ് എക്സൈസ് സംഘം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇയാളെക്കുറിച്ചും ഇയാളെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. തുടർന്ന് കോടതിയുടെ അനുമതിയോടെയാണ് ഈ സമീർ താഹിറിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുക, ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് നൽകുക എന്നാണ്. ഹാജരാകേണ്ടത് എക്സൈസ് ഓഫീസറെ ഏത് ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം, ഏത് അടിസ്ഥാനത്തിലാണ്, കാരണം അദ്ദേഹത്തിന്റെ കൂടി ചുമതലയിലുള്ളതാണ് ഈ ഒരു ഫ്ളാറ്റ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സമീർ താഹിർ ഹാജരാകേണ്ട സാഹചര്യവും എന്ന് ഹാജരാകണം, ഏത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം എന്നതെല്ലാം കാണിച്ചുള്ള നോട്ടീസ് അയക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കോടതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും തുടർന്ന് കോടതിയുടെ അനുമതിയോടുകൂടി നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നീക്കങ്ങളിലേക്ക് എക്സൈസ് കടക്കുകയും ചെയ്യും. എക്സൈസ് സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന വളരെ തിടുക്കപ്പെട്ടുള്ള ഒരു നടപടികളിലേക്ക് നീങ്ങാതെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തി തെളിവുകൾ വിശകലനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇവർക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു കൊടുത്തയാൾ, അയാളെക്കുറിച്ചുള്ള വ്യക്തമായ രീതിയിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോവുക എന്നതാണ് എക്സൈസ് സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. കൊച്ചി സ്വദേശി എന്നാണ് എക്സൈസ് സംഘത്തിന് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഇയാൾ മറ്റ് ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ മറ്റ് കണ്ണികൾ ആരൊക്കെയാണ്, എവിടെ നിന്നാണ് ഇയാൾ ഈ കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നത്, ആർക്കൊക്കെ വിതരണം ചെയ്യുന്നു. പോലീസിനുള്ള എക്സൈസ് സംഘത്തിനുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഇയാൾക്ക് ഈ ഉന്നതരായിട്ട് വലിയ രീതിയിലുള്ള ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ലഹരി എത്തിക്കുന്ന ഇടനിലക്കാരൻ തന്നെയാണ് എന്നതാണ് എക്സൈസ് സംഘത്തിന് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പോൾ ആലപ്പുഴയിൽ പിടിയിലായ തസ്ലീമ അടക്കമുള്ള ആളുകൾ, അപ്പോൾ ഇവരെല്ലാമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആ കണ്ണികളിൽപ്പെട്ട ആൾ തന്നെയാണ് ഇയാൾ എന്ന് തന്നെയാണ് എക്സൈസ് സംഘം മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ പേര് ഇതിൽപ്പെട്ടിട്ടുണ്ടാകാം, ഈ റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഇവർക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണവും തുടരുകയാണ്. എന്തായാലും ഇത് സിനിമാ മേഖലയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാൾ തന്നെയാണ് ഇയാൾ എന്ന് തന്നെയാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. പലരുമായും ഇയാൾക്ക് ബന്ധമുണ്ട്. അപ്പോൾ ഈ ആരൊക്കെയാണ് ഇടപാടുകാർ എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരന്വേഷണം നടക്കുന്നുണ്ട്. അത് ഇയാളെ പിടികിട്ടിയാൽ കൃത്യമായ രീതിയിലേക്കുള്ള മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇയാളെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കുക, അതിനുശേഷം ചോദ്യം ചെയ്തതിനു ശേഷം മറ്റ് സംവിധായകരെ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. 2 സംവിധായകരെയും ഒപ്പം അവർക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനെയും അടക്കം ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിക്കും. അത് ഈ ഒരു നടപടികൾക്ക് ശേഷമായിരിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ സമീർ താഹിറിനടക്കം നോട്ടീസ് നൽകി വിളിപ്പിച്ചതിന് ശേഷമായിരിക്കാം തുടർ നടപടികളിലേക്ക് നീങ്ങുക. അതിനു മുൻപായി എത്രയും വേഗം ഈ ഇടപാടുകാരനെ കൂടി കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിലാണ് എക്സൈസ് സംഘം ഇപ്പോഴുള്ളത്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഈ സംവിധായകർക്ക് കഞ്ചാവ് എത്തിച്ച ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അയാളെ കൂടി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോവുക. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പ്രമുഖ സംവിധായകർ കഞ്ചാവുമായി പിടിയിലായതിന്റെ ഞെട്ടലിലാണ് സിനിമാ ലോകം. കഞ്ചാവുമായി എത്തിയ പ്രവാസിയെ പിടികൂടാനാണ് എക്സൈസ് സംഘം ഫ്ളാറ്റിലെത്തിയതെന്നാണ് വിവരം. സംവിധായകർക്കൊപ്പം അറസ്റ്റിലായ ഷാലിഖ് മുഹമ്മദ് പ്രവാസിയാണ്. അതേസമയം ഇവർക്ക് കഞ്ചാവ് എത്തിച്ച് നൽകിയ ആളെപ്പറ്റിയും നേരത്തെ പറഞ്ഞതുപോലെ എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്.
സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം വലിയ ചർച്ചയാകുന്നതിനിടെയാണ് ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും അറസ്റ്റിലാകുന്നത്. ഇവരെ പിടികൂടിയ ഗോശ്രീ പാലത്തിന് സമീപത്തുള്ള ഫ്ളാറ്റിൽ സിനിമാ പ്രവർത്തകർ സിനിമാ ചർച്ചകൾക്കായി നിരന്തരം എത്താറുണ്ടെന്നാണ് വിവരം. ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റാണിത്. എക്സൈസ് സംഘം ഫ്ളാറ്റിലെത്തുമ്പോൾ സമീർ താഹിർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇയാളുടെ അറിവോടെയാണോ സംവിധായകർ ലഹരി ഉപയോഗിച്ചതെന്ന് അന്വേഷിക്കുന്നുണ്ട്. സമീർ താഹിറിനെയും എക്സൈസ് സംഘം ഉടൻ ചോദ്യം ചെയ്യും. അതേസമയം ഓസ്ട്രേലിയൻ പ്രവാസിയായ മലയാളി ലഹരി എത്തിക്കുന്നുവെന്ന വിവരമാണ് എക്സൈസിന് ലഭിച്ചത്. സംവിധായകർക്കൊപ്പം അറസ്റ്റിലായ ഖാലിദ് മുഹമ്മദ് പ്രവാസിയാണ്. ഖാലിദ് മുഹമ്മദിന് ലഹരി നൽകിയ വ്യക്തിയെ അന്വേഷണ സംഘത്തിന് ഇതിനകം മനസ്സിലായിട്ടുണ്ട്. കുറഞ്ഞ അളവിലാണ് സംവിധായകരിൽ നിന്നും ലഹരി കണ്ടെടുത്തതെങ്കിലും ലഹരി ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ കണ്ടെടുത്തത് വളരെ ഗൌരവകരമായാണ് അന്വേഷണ സംഘം കാണുന്നത്. ന്യൂസ് 18 കൊച്ചി.